ഞാനിതിൻ്റെ ആദ്യ ഭാഗ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ട്രെയിനിൽ ഫറൂഖിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ എൻട്രൻസിലാണിപ്പോൾ ഞാനും ഷുക്കൂക്കിയും ഷക്കീൽത്തിയും നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഞങ്ങൾ ഫറൂഖിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് ഫറൂഖിലേക്ക് ട്രെയിന് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ ഓട്ടോയിൽ എവിടത്തേക്ക് വരിക, എയർപോർട്ടിലേക്ക് ഓട്ടോയിൽ വന്നു. അപ്പോൾ ഓട്ടോയിൽ എയർപോർട്ടിൽ നിന്ന് വന്നിട്ട് അവിടുന്ന് ഞങ്ങൾ കരിപ്പൂർ സെക്ടർ, അതായത് പില്ലർ 21 വിവേക് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 21 പില്ലറിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എയർപോർട്ടിൻ്റെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഉള്ളിലേക്ക് ഇങ്ങനെ പില്ലർ നമ്പർ 1, 2, 3 കണ്ടിട്ടില്ലേ നിങ്ങൾ? വലതുവശത്തുള്ള ഇതേപോലെ നമുക്ക് വിവേക് പറഞ്ഞു തന്നിട്ടുള്ളത് 21. നിങ്ങളെല്ലാവരും 7 o'clock അല്ലെങ്കിൽ 8 o'clock എത്തിച്ചേരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപ്രകാരം ഞങ്ങൾ കൃത്യസമയത്ത് തന്നെയാണ്, അതിനു മുമ്പേ ഞങ്ങൾ അവിടത്തേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ട്രെയിൻ യാത്രയിൽ നമ്മൾ കണ്ട ആകാശ ദൃശ്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. അതായത് ബ്ലൂ മൂൺ പ്രതിഭാസമാണ് നമ്മൾ ആകാശത്ത് മൊത്തം കണ്ടത്, കണ്ണൂർ മുതൽ കോഴിക്കോട് വരെ. ഞങ്ങളുടെ കൂടെ സുധ ടീച്ചറും ബാബുവേട്ടനും ഉണ്ടായിരുന്നു പിണറായിൽ നിന്ന്. അതേപോലെ പത്മനാഭേട്ടൻ പയ്യന്നൂരിൽ നിന്നുണ്ടായിരുന്നു. പിന്നെ കൂത്തുപറമ്പിൽ നിന്ന് 2 പേരുണ്ടായിരുന്നു. അപ്പോൾ അവർ വേറെ ഓട്ടോയിൽ, ഞങ്ങൾ വേറെ ഓട്ടോയിലായിട്ട് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒടുവിൽ നമ്മൾ പില്ലർ 21 ലക്ഷ്യമാക്കി നടക്കുകയും അവിടെ എല്ലാവരും ഓരോരുത്തരായിട്ട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട്, കോഴിക്കോട്, വയനാട്, അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കൂടെ യാത്രക്കാരുണ്ട്. യാത്രക്കാരെല്ലാവരും എത്തി. നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് അതിൻ്റെ ഉള്ളിലേക്ക്, എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. ലഗേജ് 7 കിലോ ആണ് പറഞ്ഞത്. 7 കിലോ പറഞ്ഞത് ഞാൻ വിവേകിനോട് സൂചിപ്പിച്ചു 7 കിലോ കൂടുതലുണ്ടാവുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. 7 കിലോ കൂടുതലുണ്ടായാലും എന്തും ചെയ്യാൻ പറ്റില്ല എന്നാണ് വിവേക് പറഞ്ഞത്. ഡ്യൂട്ടി ഫീ കെട്ടേണ്ടി വരും. ഒടുവിൽ എൻ്റെ ലഗേജ് തൂക്കിയപ്പോൾ കണ്ടെത്താൻ പറ്റിയത് 6,800 ഉണ്ടായിരുന്നു. 6,800 ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. അതിനുശേഷമാണ് ഭക്ഷണം കഴിച്ചത്. ഒടുവിൽ ഞങ്ങൾ എയർപോർട്ടിനകത്തേക്ക് കയറുകയാണ്. ചെക്കിങ്ങിന് വേണ്ടി ഞങ്ങളിങ്ങനെ എയർപോർട്ടിലേക്ക് അകത്ത് കയറി. അപ്പോൾ 9 മണിക്ക് മുമ്പേ ഞങ്ങൾ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. 11 മണിക്കാണ് എയർ ഇന്ത്യയിൽ ഞങ്ങൾ മലേഷ്യയിലേക്ക് യാത്ര തിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ കരിപ്പൂർ വിമാനത്താവളത്തിൽ വരുന്നത്. മുമ്പേ കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ അതുവഴി ഞങ്ങൾ പോയിട്ടുണ്ട്, പക്ഷേ കരിപ്പൂർ വിമാനത്താവളമൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ആദ്യമായിട്ട് കരിപ്പൂർ വിമാനത്താവളം മാത്രമല്ല കണ്ണൂർ എയർപോർട്ടിലും പോയിട്ടുണ്ട്. ഞങ്ങൾ കണ്ണൂർ എയർപോർട്ടിൽ മുമ്പേ പോകാനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ന്യന്നൂർ കാർഷിക സർവകലാശാലയുടെ കീഴിൽ നഴ്സറീൻ്റെ ഒരു കോഴ്സ് പഠിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കണ്ണൂർ എയർപോർട്ടിൽ അവിടെ ചെടി പരിപാലനത്തിൻ്റെ ഒരു ചെടിയൊക്കെ നടണ്ടിയിട്ട് അവിടുത്തെ ഗാർഡനിൽ, എയർപോർട്ടിൻ്റെ ഗാർഡനിൽ ഞങ്ങൾ ഒരു ദിവസത്തെ ട്രെയിനിങ് ആയിട്ട് നമ്മളവിടെ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കണ്ണൂർ എയർപോർട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഉള്ളിൽ കയറിയിട്ടൊന്നുമില്ല, എല്ലാം പുറത്തു നിന്നാണ്. ഗാർഡൻ്റെ പരിപാലനമായിട്ട് ബന്ധപ്പെട്ട് പോയതാണ്. പക്ഷേ കരിപ്പൂർ വിമാനത്താവളമായാലും കണ്ണൂർ വിമാനത്താവളമായാലും ഉള്ളിലൊന്നും കയറിയിട്ടില്ല. ആദ്യമായിട്ടാണ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറുന്നത്. പ്രത്യേകിച്ചൊരു അത്ഭുതമൊന്നും എനിക്കുണ്ടായിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ തന്നെയാണ്, എല്ലാം അങ്ങനെ കാണുമ്പോൾ ആദ്യം പുറത്തുനിന്ന് എയർപോർട്ടിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ത്രില്ലെല്ലാം പോകും. അപ്പോൾ അതേപോലെ തന്നെ എയർപോർട്ടിലാണ് പോകുന്നത്.
ഒന്നുമില്ല, അവിടെ പോയപ്പോൾ സാധാരണയുള്ളതുപോലെ തന്നെ ഉണ്ടായിരുന്നേ. പിന്നെ വിവേകായിരുന്നു നമ്മളെ ഗൈഡ്. പിന്നെ പിണറായിൻ്റെ സവാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ സഞ്ചാരികളെ കൊണ്ടുപോകുന്ന അടുത്തു നിന്നാണ് ഞങ്ങൾ പോകുന്നത്. പിണറായിൽ സാധാരണ ഒരുപാട് പേര് പോയിട്ടുണ്ടാവാം. പിന്നെ വിവേകിൻ്റെ ഗൈഡിലാണ് ഞങ്ങൾ അവിടത്തേക്ക് മലേഷ്യയിലേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഇവിടെ നിങ്ങളീ കാണുന്നതാണ് കരിപ്പൂർ എയർപോർട്ട്. ഞങ്ങളിവിടെ കുറേ സമയം ക്യൂ നിന്നതിന് ശേഷം ഞാൻ പറഞ്ഞ നേരത്തെ 7 കിലോ അതതിൽ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് ഫുൾ ചെക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് നമ്മൾ പിന്നെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ചെയ്തത്. പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത് വിമാനത്തിലേക്ക്. ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. കരിപ്പൂർ വിമാനത്താവളത്ത് ഭയങ്കര ചെക്കിംഗ് ആണെന്ന് നമ്മളെ കൂടെയുള്ളവർ പറഞ്ഞു. മറ്റേ എയർപോർട്ടിനേക്കാൾ കൂടുതൽ ചെക്കിങ്. ഞാൻ ആദ്യമായിട്ട് എയർപോർട്ടിൽ വരുന്നത് കൊണ്ട് തന്നെ ഇവിടെയുള്ള ചെക്കിങ് ഡ്രസ്സ്, അതായത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, അതായത് വാച്ച്, ബെൽറ്റ്, മൊബൈല്, പിന്നെ ചാർജർ, പിന്നെ ഞങ്ങളെ കയ്യിലുണ്ടായിരുന്ന എൻ്റെ കയ്യിൽ യൂട്യൂബിൻ്റെ ഇതുണ്ടായിരുന്നു, സ്റ്റിക്ക് ഉണ്ടായിരുന്നു, യൂട്യൂബ് എടുക്കുന്നത് കൊണ്ട്. അങ്ങനെ ആ സ്റ്റിക്ക്, പിന്നെ അങ്ങനെ ഇലക്ട്രോണിക്കുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം ഒരു ട്രയലും ബാക്കി എല്ലാ സാധനങ്ങളും മറ്റൊരു ട്രയലും വെച്ചിട്ടാണ് ചെക്കിംഗ് ഒക്കെ ചെയ്തത്. തൂക്കമൊക്കെ കണക്ക്, പിന്നെ ട്രേ അപ്പുറത്തുനിന്ന് അതെല്ലാം ഇങ്ങെടുത്ത്, അങ്ങനെ അവിടെയുള്ള ചെക്കിംഗ് സംവിധാനങ്ങൾ ഒരുപാട് സ്ഥലത്തുനിന്ന് ഞങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഒടുവിൽ അങ്ങെത്തിയത്. ഒരു സ്ഥലത്തുനിന്ന് പാസ്പോർട്ട് വെരിഫിക്കേഷൻ, പാസ്പോർട്ട് കഴിഞ്ഞതിന് ശേഷം ബോർഡിംഗ് പാസ് വന്നു. ബോർഡിംഗ് പാസ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ ബാഗ് ചെക്കിങ് ചെയ്യുന്നു. ബാഗ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നു. അങ്ങനെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ആദ്യമായിട്ട് കാണുന്നതും ആദ്യമായിട്ട് അനുഭവിക്കുന്നതും നല്ല പുതിയൊരു അനുഭവമായിരുന്നു ഇത്. ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കരിപ്പൂർ എയർപോർട്ട്.